ഹലോ എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ്. ചെറുപഴം കൊണ്ട് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 8 ചെറുപഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചെറുപഴമാണ്. ഇതിവിടെ ഉണ്ടായിട്ടുള്ള ചെറുപഴം തന്നെയാണ്, ഞാലിപ്പൂവൻ പഴമാണ്. അപ്പോൾ അത് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. പഴം ഞാനങ്ങനെ 2 ട്രിപ്പായിട്ട് അങ്ങനെ അടിച്ചെടുത്തതാണ്. എൻ്റെ കയ്യിലുള്ള ജാറ് ചെറിയ ജാറായതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 അച്ച് ശർക്കരയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2 അച്ച് എന്നുള്ളത് ഒരു 3 അച്ചൊക്കെ എടുക്കുക. ഇത് നല്ല മധുരം വേണം, എന്നാലേ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ ശർക്കര അവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ ഉള്ളൂ, പീനട്ടൊക്കെ ചേർക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതൊന്നിങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് റോസ്റ്റ് ആക്കണമൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കി വിട്ടതിന് ശേഷം അടിച്ചു വെച്ച പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പഴം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത്, ചൂടായതിന് ശേഷം നമുക്ക് ഈ ശർക്കര പാനി ഉണ്ടല്ലോ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ആ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ നെയ്യും പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചക്കയൊക്കെ വരട്ടി എടുക്കുമല്ലോ ആ ഒരു പോലെ അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നൊരു തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോൺഫ്ലവറിന് പകരം മൈദപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ചെറുതീയിലിട്ടിട്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വഴറ്റിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പഴം നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത്. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യും ഒരു 2 സ്പൂൺ 3 സ്പൂണോളം നെയ്യൊക്കെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇത് വേറൊന്നും ചേർക്കാനൊന്നുമില്ല. ഇനി നമുക്കിത് ഞാനിപ്പോൾ ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ അതിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് അങ്ങനെ ചൂടോടുകൂടി അങ്ങനെ ഒരു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മീതെ ഞാൻ കുറച്ച് കാഷ്യൂ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ഞാൻ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും എൻ്റെ ഒരു ഡെക്കറേഷൻ വർക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, കുറച്ച് കാഷ്യൂനട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അമ്മ അങ്ങനെ വെക്കേണ്ട, കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ചിട്ട് മീതെ അങ്ങനെ വെതറി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ പുറത്തുതന്നെ വെച്ചിരുന്നാൽ മതി. തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തുതന്നെ അങ്ങനെ വെച്ചിരുന്ന് തണുത്താൽ മതി. അപ്പോൾ ഞാനൊരു വാഴയില വെച്ച് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ കമഴ്ത്തി വെച്ചിട്ട് അങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തണുക്കാതെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ കിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ ഇങ്ങനെ മോൻ പറഞ്ഞ പോലെ ഒന്ന് ഇങ്ങനെ വെതറിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയ മോനാണെങ്കിൽ പഴമൊന്നും അങ്ങനെ കഴിക്കുകയില്ല ഇപ്പോൾ കൈ കൊടുത്താലൊന്നും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ മോനൊക്കെ കഴിച്ചു കേട്ടോ. അതുകൊണ്ട് ഞാൻ പണിയെടുത്തത് വെറുതെ ആയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു സ്നാക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.